കാരണം കുട്ടിക്കാലം തൊട്ട് മതം തലയിൽ അടിച്ച് കയറ്റിയവരെ നമ്മൾ ആരെന്ത് സ്നേഹിച്ചാലും ഒരു തക്കിയ മാത്രമാണ് പലതും പുറത്തേക്ക് നടക്കുന്നത്. അതായത് ഒരു അഭിനയം ഉണ്ടല്ലോ, ആ അഭിനയത്തിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നും നടക്കുന്നില്ല. ഹിന്ദുമതത്തിൻ്റെ മഹിമകളെയൊക്കെ പറ്റി നമ്മുടെ മുന്നിൽ മതസംവാദം നടക്കുമ്പോൾ അവരൊക്കെ വാഴ്ത്തിപ്പാടും. ഭഗവത്ഗീത അങ്ങനെയാണ്, ഞങ്ങൾക്ക് മറ്റത് ഇങ്ങനെയാണ്, നമ്മുടെ മുഖത്ത് വാഴ്ത്തിപ്പാടും. നമ്മളിങ്ങോട്ട് തിരിഞ്ഞാൽ അവർ വേറൊരാളോട് പറയണത് നിങ്ങളുടെ മതം തെറ്റ്, നിങ്ങളെ നരകത്തിൽ. ഈ ഏകദൈവ വിശ്വാസികളെ സ്നേഹിക്കുന്നത് ഈ മുള്ളുമുരുക്ക് മരത്തെ കെട്ടിപ്പിടിക്കുന്നവരല്ലേ? സ്വന്തമായിട്ട് മുറിവുണ്ടാവുന്നില്ല, എന്തെങ്കിലും മാറ്റം നടക്കുന്നുണ്ടോ? അല്ല, ഏകദൈവ വിശ്വാസികൾ ശരിക്കും ഹിന്ദുക്കളാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. എന്താ കാരണം എന്നറിയാമോ? ഹിന്ദുക്കൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ വേറൊരു ദൈവമില്ലാന്ന്. വേറൊരു ദൈവമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറൊരു ദൈവം ഉണ്ട്, അത് നിങ്ങൾ അതിനെ ആരാധിക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഹിന്ദുവിനൊരു ദൈവമേ ഉള്ളൂ, മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ എവിടെ ഒരു ദൈവം ഉണ്ട്. ഇപ്പം ക്രിസ്തു മതവും ഇസ്ലാം മതവും മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്നാണല്ലോ അവർ പറയണത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ദൈവം ഉണ്ട്, നിങ്ങൾ ആരാധിക്കരുത്. അപ്പോൾ അവർ ഏകദൈവ വിശ്വാസികളല്ല. നേരെ മറിച്ച് ഹിന്ദു മതം എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ ആരാധിച്ചോ. സർവ്വദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നിങ്ങൾ ആരെ എങ്ങനെ ആരാധിച്ചാലും ഒരു ദൈവത്തിൻ്റെ അടുത്തെത്തുക, ദൈവം ഒന്നേ ഉള്ളൂ. അതിൻ്റെ മാർഗം പലതാകാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഹിന്ദുക്കളാണ്. മറ്റവർക്കൊക്കെ പേടിയുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് വല്ല കുഴപ്പവും പറ്റുമോ? റെഫറണ്ടത്തിൽ തോറ്റു പോവുമോ? കൂടുതൽ പിന്തുണ ഇല്ലാതെ റെഫറണ്ടത്തിൽ തോറ്റു പോവുമോ? അതുകൊണ്ട് മറ്റു ദൈവങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, മറ്റു ദൈവങ്ങൾക്ക് ആരാധന കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അവർ മറ്റെല്ലാ ദൈവങ്ങളുടെയും അസ്തിത്വം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദൈവ വിശ്വാസികളല്ല സത്യം പറഞ്ഞാൽ.